الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഞങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ആ പ്രവാചകനോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും അനുസരണവും എന്ന് വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തി അംഗീകരിക്കലുമൊക്കെ നമ്മുടെ ഈമാനിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ പ്രവാചകനോടുള്ള ആദരവിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമ്മളോട് പ്രത്യേകമായി പഠിപ്പിച്ചൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തും സലാമും. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ വചനം, അതാണ് ഞാൻ നിങ്ങളെ ആമുഖമായി ഓതി കേൾപ്പിച്ചത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ,
നിങ്ങളും ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്തും സലാമും പറയണം എന്നാണ് ആയത്തിൽ ഉള്ളത്. ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വിശദമായി കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ല, അദ്ദേഹം ആദ്യമായി പറയുന്നത് വൽ മഖ്സൂദു മിൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിലെ ഒരു ലക്ഷ്യം, അതിന്റെ ഉദ്ദേശം അന്നല്ലാഹു സുബ്ഹാനഹു അഖ്ബറ ഇബാദഹു ബിമൻസിലതി അബ്ദിഹി വനബിയിഹി ഇൻദഹു ഫിൽ മലഇൽ അഅല. അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ ദാസനും അല്ലാഹുവിന്റെ ദൂതനുമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം അറിയിക്കുകയാണ്. ഇൻദഹു ഫിൽ മലഇൽ അഅല, മലക്കുകളുടെ അത്യുന്നതമായ വാനലോകത്ത് ആ പ്രവാചകന് എത്ര കണ്ട് റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുണ്ട് എന്ന് ഈ വചനം നമ്മെ അറിയിക്കുന്നു. ബിഅന്നഹു യുത്നി അലൈഹി ഇൻദൽ മലായികത്തിൽ മുഖറബീൻ. അല്ലാഹു സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥവും അത് തന്നെയാണ്. അതായത് അള്ളാഹുവിന്റെ മലക്കുകൾ, സമീപസ്ഥരായ മലക്കുകളുടെ അടുക്കൽ പടച്ച റബ്ബ് അവന്റെ പ്രവാചകനെ സംബന്ധിച്ച് വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വഅന്നൽ മലായികത തുസല്ലി അലൈഹി, അള്ളാഹുവിന്റെ മലായികത്തുകളും ആ പ്രവാചകന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സുമ്മ അമറ തആല അഹ്ലൽ ആലമി സുഫ്ലി, വാനലോകത്ത് ഉന്നതമായ ഉപരിലോകത്ത് അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ താഴെയുള്ള ഈ ഭൂമി ലോകത്തും അള്ളാഹു അവന്റെ അടിയാറുകളോട് കൽപ്പിച്ചു ബിസ്വലാത്തി വത്തസ്ലീമി അലൈഹി, ആ പ്രവാചകന് നിങ്ങൾ സ്വലാത്ത് പറയണം, ആ പ്രവാചകന്റെ പേരിൽ നിങ്ങൾ സലാം പറയണം. ലിയജ്തമി അസ്സനാഹു അലൈഹി മിൻ അഹ്ലിൽ ആലമൈൻ അൽ ഉൽവി വസ്സുഫ്ലി ജമീഅ, ഉപരിലോകത്തെയും താഴെ ലോകത്തെയുമുള്ള അടിമകളുടെ അടിയാറുകളുടെ ആ പുകഴ്ത്തലും വാഴ്ത്തലുമെല്ലാം ഒരുമിക്കാൻ, സമന്വയിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതാണ് എന്നാണ്. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബുൽ ആലിയ എന്ന താബിഈ പണ്ഡിതന്റെ വാക്കുകളായി ഉദ്ധരിക്കുന്നു. സ്വഹാബികളിൽ നിന്ന് ധാരാളമായി ഇൽമ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം പറയുന്നത്, സ്വലാത്തുല്ലാഹ്, അള്ളാഹു സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞ് സ്വലാത്ത് നമ്മൾ പറയുന്നത് പോലെ പറയുന്നു എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് സനാഉഹു അലൈഹി ഇൻദൽ മലായിക, മലക്കുകളുടെ അടുക്കൽ ആ പ്രവാചകനെ സംബന്ധിച്ച് അള്ളാഹു വാഴ്ത്തി പുകഴ്ത്തി പറയുക എന്നതാണ്. വസലാത്തുൽ മലായിക, എന്നാൽ മലക്കുകളുടെ സ്വലാത്തോ അദ്ദുആ, ആ പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെയും അവന്റെ മലായികത്തുകളുടെയും കൂടെ നന്മയിൽ ചേരാൻ വിശ്വാസികളായ നമ്മളോടും അള്ളാഹു ആഹ്വാനം ചെയ്തതാണ്. എന്ത്? നിങ്ങളും സ്വലാത്ത് പറയണം, ആ പ്രവാചകന്റെ പേരിൽ നിങ്ങളും സലാം പറയണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ വിശദീകരിക്കുന്നുണ്ട്, വഖദ് ജാഅത്തിൽ അഹാദീസുൽ മുതവാത്തിറ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അംരി ബിസ്സലാത്തി അലൈഹി വകൈഫിയത്തി സ്വലാത്തി അലൈഹി. നിരവധി അനവധി ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മുതവാത്തിറായി വരുന്ന, അഥവാ അസംഖ്യം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം സ്വഹാബികൾ, ആ സ്വഹാബികളിൽ നിന്ന് ധാരാളം താബിഈങ്ങൾ, അവരിൽ നിന്ന് ധാരാളം താബിഈങ്ങൾ, ഇങ്ങനെ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് മുതവാത്തിറായ ഹദീസ് എന്ന് പറയുക. ആ ഗണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം എന്ന വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. സ്വലാത്ത് ചെല്ലാൻ കൽപ്പിക്കുന്ന ഹദീസുകളും ആ സ്വലാത്ത് എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന രൂപവും ഒക്കെ പറഞ്ഞു തരുന്ന ധാരാളക്കണക്കിന് ഹദീസുകളുണ്ട് എന്നാണ്. അഥവാ ആ സ്വലാത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും പറഞ്ഞു തരുന്ന ധാരാളക്കണക്കിന് ഹദീസുകൾ. നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നവരായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, നന്മകൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന ധാരാളക്കണക്കിന് ഹദീസുകൾ. പ്രത്യേകമായ സുന്നത്ത് പറയപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് സ്വലാത്ത് പറയാൻ എന്നിങ്ങനെ വിശദീകരിക്കുന്ന ഹദീസുകൾ. അതേപോലെ സ്വലാത്ത് പറയുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ആദാബുകൾ, മര്യാദകൾ എല്ലാം ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായി ദുആ ചെയ്യുമ്പോൾ, വിശിഷ്യ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഫുളാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ യദ്ഉ ഫി സ്വലാത്തിഹി, ഒരാൾ നമസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാൻ ഇടയായി. അയാൾ ലം യുമജ്ജിദില്ലാഹ വലം യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനെ വാഴ്ത്തുകയോ പുകഴ്ത്തുകയോ ചെയ്യാതെ, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാതെ
അയാൾ നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ ഇരുന്ന് ധാരാളമായി ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജ്ജല ഹാദാ, ഇയാൾ വല്ലാതെ തിടുക്കം കാണിച്ചു, അജലത്ത് കാണിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അയാളുടെ നമസ്കാരം കഴിഞ്ഞപ്പോൾ സുമ്മ ദആഹു, അയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തി. ഫഖാല ലഹു വലിഗൈരിഹി, അയാളും മറ്റുള്ളവരും ഒക്കെ കേട്ട് മനസ്സിലാക്കുവാൻ തക്ക വിധത്തിൽ പ്രവാചക തിരുമേനി പറഞ്ഞു, ഇദാ സ്വല്ലാ അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഫൽയബ്ദ ബിതഹ്മീദില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പടച്ചറബിനെ വാഴ്ത്തിക്കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. വസ്സനാഇ അലൈഹി, പടച്ചറബിനെ വാഴ്ത്തുവാനുള്ള ധാരാളം ദിക്റുകൾ, അദ്കാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞിട്ട് വേണം നിങ്ങൾ ദുആ ചെയ്യാൻ. സുമ്മൽ യുസല്ലി അലൻ നബി, എന്നിട്ട് നിങ്ങൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മൽ യദ്ഉ ബഅദു ബിമാ ശാ, അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടതൊക്കെയും നിങ്ങൾ റബ്ബിനോട് ചോദിച്ചുകൊള്ളൂ, ദുആ ചെയ്തുകൊള്ളൂ എന്നാണ്. ഇമാം അഹ്മദും അബൂദാവൂദും തിർമിദിയും നസായിയും റഹിമഹുമുല്ലാഹു ജമീഅ അവരൊക്കെ ഉദ്ധരിച്ച വളരെ പ്രബലമായ ഹദീസാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്ത് വിശദീകരിക്കുമ്പോൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ദുആ ചെയ്യുമ്പോൾ ആ ദുആ റബ്ബിന്റെ അടുക്കലേക്ക് എത്താനും അള്ളാഹു ആദരവോടെ അതിനെ പരിഗണിക്കുവാനും നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തണം, പുകഴ്ത്തണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രത്യേകം സ്വലാത്ത് പറയണം. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് പറയുമ്പോൾ, ചൊല്ലുമ്പോൾ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി സ്വലാത്ത് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ വെറുതെ ഒരു ചെറിയൊരു ദിക്റായി, ഒരു നിലവാരം കുറഞ്ഞ ഏതെങ്കിലും ഒരു കർമ്മമായി അതിനെ കാണേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ ലം തസലിൽ മലായികതു തുസല്ലി അലൈഹി മാ സ്വല്ലാ അലയ്യ, ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് പറഞ്ഞാൽ ലം തസലിൽ മലായികതു തുസല്ലി അലൈഹി, അയാളുടെ പേരിൽ അള്ളാഹുവിന്റെ മലായികത്തുകൾ സ്വലാത്ത് പറയും, അഥവാ നമുക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. മാ സ്വല്ലാ അലയ്യ, എന്റെ പേരിൽ സ്വലാത്ത് പറയുന്നിടത്തോളം അത്രയും സമയം അള്ളാഹുവിന്റെ മലായികത്തുകൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഫൽയുഖില്ല അബ്ദും മിൻ ദാലിക് ഔ ലിയുക്സിർ, അതുകൊണ്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് കൂടുതൽ മലക്കുകളുടെ ദുആ വേണം, പടച്ചറബിന്റെ അടുക്കൽ ഞാൻ ആദരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ ഓരോ അടിമയും ആ സ്വലാത്ത് അധികരിപ്പിക്കുകയോ കുറക്കുകയോ അവരുടെ ഇഷ്ടത്തിന് ചെയ്തു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തുകയാണ്. മലക്കുകളുടെ സ്വലാത്ത് മാത്രമല്ല, അള്ളാഹുവിന്റെയും വാഴ്ത്തലും പുകഴ്ത്തലും പ്രശംസയും ഒക്കെ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘനേരം സുജൂദിൽ കിടന്നു. പടച്ച റബ്ബിനോടുള്ള ശുക്റിന്റെ ഭാഗമായി ശുക്റിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. ആ സന്ദർഭത്തിൽ ഫത്തബഅതുഹു, ഞാനും ആ പ്രവാചകനെ അനുഗമിച്ചു. സ്വഹാബികളിൽ പലരും പ്രവാചകന്റെ കൂടെ അങ്ങനെ പോകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്യാൻ പ്രവാചകൻ ഒരു സംരക്ഷകരായിക്കൊണ്ട്, കാവലായിക്കൊണ്ട്, ഹത്താ ദഖല നഖ്ലൻ ഫസജദ ഫഅത്വാല സുജൂദ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അങ്ങനെ ആശ്വാസത്തിൽ സുജൂദിൽ കിടന്നു. ഫഅത്വാല സുജൂദ്, ആ സുജൂദ് വല്ലാതെ അങ്ങ് ദീർഘിപ്പിച്ചു. ഹത്താ ഖിഫ്തു, എത്രത്തോളം എന്ന് ചോദിച്ചാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഞാൻ ഭയപ്പെട്ടു പോയി. അൻ യകൂന അല്ലാഹു ഖദ് തവഫാഹു ഔ ഖബലഹു, ആ പ്രവാചകന്റെ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹു റൂഹ് പിടിച്ചോ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയോ എന്ന് ഞാൻ ഭയക്കുമാറ് ദീർഘനേരം സുജൂദിൽ കിടന്നു, സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നില്ല. ഫജിഅതു അൻളുർ, അങ്ങനെ ഞാൻ ചെന്ന് നോക്കി സുജൂദിൽ കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാനൊന്ന് ശ്രദ്ധിച്ചു. ഫറഫഅ റഅസഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ നിന്ന് തല ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, മാലക യാ അബ്ദുറഹ്മാൻ, അല്ലയോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, എന്താണ് താങ്കൾക്ക് പറ്റിയത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി പറഞ്ഞു, ഫദകർതു ദാലിക ലഹു, ആ സംഭവമൊക്കെ പറഞ്ഞു. നിങ്ങൾ ദീർഘമായി സുജൂദിൽ കിടന്നിട്ട് തല ഉയർത്താതെ ആയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന ഭയപ്പാടോടുകൂടിയാണ് പ്രവാചകരെ ഞാൻ അങ്ങയെ നോക്കിയത് എന്ന് പറഞ്ഞപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദീർഘമായ സുജൂദിന് ഒരു കാരണമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. ഇന്ന ജിബ്രീൽ ഖാല ലി, അള്ളാഹുവിന്റെ മലക്കുകളിൽ പ്രമുഖനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അലാ ഉബശ്ശിറുക, അല്ലയോ പ്രവാചകരെ, താങ്കളെ ഞാൻ ഒരു സന്തോഷ വാർത്ത, ഒരു ബിശാറത്ത്, ഒരു സുവിശേഷം അറിയിക്കട്ടെയോ എന്ന് ചോദിച്ചു. ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ, പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്, മൻ സ്വല്ലാ അലൈക, ആരെങ്കിലും പ്രവാചകരെ താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് പറഞ്ഞാൽ, സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നാരെങ്കിലും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ, സ്വല്ലൈതു അലൈഹി, ഞാനും അയാളുടെ പേരിൽ സ്വലാത്ത് പറയും. അഥവാ അയാളെ പ്രശംസിച്ച് വാഴ്ത്തി മലക്കുകളുടെ ഇടയിൽ ഞാൻ പറയും. വമൻ സല്ലമ അലൈക, ആരെങ്കിലും പ്രവാചകന് സലാം പറഞ്ഞാൽ, സല്ലംതു അലൈഹി, അയാൾക്ക് രക്ഷ, സമാധാനം ഞാൻ കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫസജദ്തു ലില്ലാഹി ശുക്ര, അത്രമാത്രം ആദരവായ, അത്രമാത്രം മഹത്വമുള്ള ആ ഒരു നന്മയെ സംബന്ധിച്ച് ഞാൻ കേട്ടപ്പോൾ പടച്ച റബ്ബിനോട് നന്ദി സൂചകമായി ഞാൻ സുജൂദിൽ കിടന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. വേറൊരു റിപ്പോർട്ടിൽ ആ ഹദീസിൽ തന്നെ കാണുവാൻ സാധിക്കും, സജദ്തു ലില്ലാഹി ശുക്രൻ ലിറബ്ബി, പടച്ച റബ്ബിനുള്ള ശുക്റായി ഞാൻ സുജൂദിൽ കിടന്നു. ഫീമാ അബ്ലാനി ഫീ ഉമ്മത്തി മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും എന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ, കതബല്ലാഹു ലഹു അശറ ഹസനാത്തിൻ, അയാൾക്ക് ആ ഒരൊറ്റ സ്വലാത്ത് നിമിത്തം 10 നന്മകൾ ഞാൻ രേഖപ്പെടുത്തുന്നതാണ്. വമഹാ അൻഹു അശറ സയ്യിആത്ത്, അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ 10 ചെറിയ തെറ്റുകുറ്റങ്ങൾ അത് നിമിത്തം ഞാൻ മായ്ച്ചു കളയും എന്നും അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചപ്പോൾ അതിലുള്ള സന്തോഷം കൊണ്ട് റബ്ബിനോടുള്ള ശുക്റിന്റെ ഭാഗമായി സുജൂദിൽ കിടക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അത്രമാത്രം മഹത്വമുണ്ട്. ഇനിയും ഇഖ്ലാസോടുകൂടി ആ ചൊല്ലുന്ന സ്വലാത്തിന്റെ അർത്ഥം ഗ്രഹിച്ച് അതിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് കേവലം ഒരു പാട്ടായിട്ടല്ല, അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചടങ്ങായി അതപ്പതിപ്പിച്ചിട്ടല്ല, ആത്മാർത്ഥമായി റബ്ബിനോടുള്ള ആ സ്വലാത്ത് പറഞ്ഞാൽ, അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലാ അലയ്യ മിൻ ഉമ്മത്തി സ്വലാത്തൻ മുഖ്ലിസൻ മിൻ ഖൽബിഹി, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും എനിക്ക് സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ സ്വലവാത്ത്, അല്ലാഹു 10 തവണ അയാളെ സംബന്ധിച്ച് പുകഴ്ത്തി പറയും മലക്കുകളുടെ ഇടയിൽ. വറഫഅഹു ബിഹാ അശറ ദറജാത്ത്, 10 പദവികൾ ഒരു സ്വലാത്ത് മുഖേന അല്ലാഹു ഉയർത്തി കൊടുക്കും അയാൾക്ക്. വകതബ ലഹു ബിഹാ അശറ ഹസനാത്ത്, 10 നന്മകൾ അയാളുടെ പേരിൽ അല്ലാഹു എഴുതി ചേർക്കും. വമഹാ അൻഹു ബിഹാ അശറ സയ്യിആത്ത്, 10 ദോഷങ്ങൾ അയാളിൽ നിന്ന് അല്ലാഹു മായ്ച്ചു കളയുമെന്ന്. സഹോദരങ്ങളെ, എത്രമാത്രം പുണ്യമുണ്ട് എന്ന് നമുക്കതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും ധാരാളക്കണക്കിന് ഹദീസുകൾ, ദുർബലങ്ങളായ വാറോലകളല്ല, ഹദീസ് പണ്ഡിതന്മാർ സ്വഹീഹ് അല്ലെങ്കിൽ ഹസൻ, കൊള്ളാവുന്നത്, തെളിവിന് പിടിക്കാവുന്നത് എന്ന് സ്ഥിരീകരിച്ച ഹദീസുകൾ മാത്രമാണ് നമ്മൾ കേട്ടത്. പ്രത്യേകം സ്വലാത്ത് ചൊല്ലാൻ നിർദ്ദേശിച്ച സന്ദർഭങ്ങളുണ്ട്. ബാങ്കിന് ശേഷം, ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ, നിങ്ങൾ ബാങ്ക് കേൾക്കുമ്പോൾ മൊബൈലിൽ കളിച്ച് നിങ്ങളുടേതായ ദുനിയാവിന്റെ വർത്തമാനങ്ങളുമായി കടിഞ്ഞുകൂടുകയല്ല. നമ്മൾ പലപ്പോഴും അശ്രദ്ധയിലായി പോകുന്ന രംഗം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ബാങ്ക് കേൾക്കുമ്പോൾ ആ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങളും ഏറ്റുപറയണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടാൽ നിങ്ങളും അല്ലാഹു അക്ബർ എന്ന് പറയണം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് കേൾക്കുമ്പോൾ നിങ്ങളും അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പറയണം. സുമ്മ സ്വല്ലു അലയ്യ, അങ്ങനെ ബാങ്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സലാം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ബാങ്ക് അവസാനിച്ചു കഴിഞ്ഞാൽ എന്റെ പേരിൽ സ്വലാത്ത് പറയണം. പലപ്പോഴും നമ്മൾ നാട്ടിൽ കണ്ടുവരുന്നത്, കേട്ടുവരുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബാങ്ക് വിളി കഴിഞ്ഞാൽ സ്വലാത്ത് പറയാനാണ്. എന്നാൽ പലപ്പോഴും പല പള്ളികളിലും പല മുഅദ്ദിനുകളുടെയും ബാങ്ക് നമ്മൾ കേൾക്കുമ്പോൾ മൈക്ക് ഓണാക്കി വെച്ചിട്ട് ബാങ്കിന്റെ മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ബാങ്ക് കൊടുക്കുക. തലതിരിഞ്ഞ ഒരു ഏർപ്പാട്. എന്നാൽ ശരിക്ക് സുന്നത്തിലുള്ള ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ട രംഗം,
ബാങ്ക് വിളിച്ചതിന് ശേഷം സ്വലാത്ത് പറയണമെന്ന്. ആ സ്വലാത്ത് പലരും ചൊല്ലലുമില്ല. ഹദീസിലൂടെ വന്നത് അങ്ങനെയാണ്. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ ഫഇന്നഹു മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ഒരു സ്വലാത്ത് നമ്മൾ പറയുമ്പോൾ അള്ളാഹു അയാൾക്ക് 10 നന്മകൾ 10 തവണ അയാളെ സംബന്ധിച്ച് മലക്കുകളുടെ ഇടയിൽ വാനലോകത്ത് അള്ളാഹു പുകഴ്ത്തി പറയുമെന്നാണ്. പടച്ച റബ്ബ് നമ്മളെ സംബന്ധിച്ച് വാഴ്ത്തിപ്പറയുന്ന, പ്രശംസിച്ച് പറയുന്ന ഒരു രംഗം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ സലൂലി അൽ വസീല. നിങ്ങൾ എന്നിട്ട് ആ സ്വലാത്തിന് ശേഷം എനിക്ക് വസീലക്ക് വേണ്ടി റബ്ബിനോട് ചോദിക്കണം. എന്താണ് വസീല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഫഇന്നഹാ മൻസിലത്തും മിനൽ ജന്ന. സ്വർഗത്തിലെ അത്യുന്നതമായ ഒരു സ്ഥാനമാണ് വസീല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാ തംബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാ. അള്ളാഹുവിന്റെ കോടാനുകോടി അടിയാറുകളിൽ ഒരാൾക്ക് മാത്രമാണ് അള്ളാഹു ആ സ്ഥാനം നിശ്ചയിച്ചിട്ടുള്ളത്. വഅർജു അൻ അകൂന അന ഹുവ. ഞാനായിരിക്കും അത് എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാനായിരിക്കണമെന്ന് ഞാൻ കൊതിക്കുകയാണ്. അതുകൊണ്ട് ഫമൻ സഅലല്ലാഹ ലി അൽ വസീല. ആരെങ്കിലും ആ ഉന്നതമായ വസീലക്ക് വേണ്ടി റബ്ബിനോട് എനിക്കായി ദുആ ചെയ്താൽ ഹല്ലത് ലഹു ശഫാഅ. എന്റെ ശഫാഅത്ത് അയാൾക്ക് കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം മുസ്ലിം, ഇമാം അബൂദാവൂദ്, ഇമാം തിർമിദി ഒക്കെ ഉദ്ധരിച്ച വളരെ പ്രബലമായ ഹദീസാണ്. ബാങ്ക് കേട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നുള്ള ഇബ്രാഹിമി സ്വലാത്ത് നമ്മൾ പറഞ്ഞ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വആതി മുഹമ്മദനിൽ വസീല വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത എന്നുള്ള ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നാ പറഞ്ഞത്? ഉന്നതമായ സ്ഥാനത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തതിന്റെ ഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നമുക്ക് കിട്ടും. അതേപോലെ അള്ളാഹു നമ്മെ സംബന്ധിച്ച് തൃപ്തിയോടുകൂടി പ്രശംസിച്ചു പറയുമെന്നാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോഴൊക്കെ, പ്രവാചകന്റെ പേര് പറയുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ ആ സന്ദർഭത്തിൽ അങ്ങനെ മൗനം ദീക്ഷിച്ചു പോവുകയല്ല, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു പോവുകയല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രവാചകന്റെ പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും പറയാൻ ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഹദീസാണ്. 3 സ്റ്റെപ്പുകളുള്ള ആ മിമ്പറിലേക്ക് കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ആമീൻ 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 എന്നിങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്ത ആ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ ആ ദുആക്ക് ഞാൻ ആമീൻ പറഞ്ഞതാണ് എന്ന്. അതിലൊന്ന് പറഞ്ഞത് മൻ ദുഖിർത ഇൻദഹു ഫലം യുസല്ലി അലൈക. പ്രവാചകരെ, താങ്കളെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാത്ത ആൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം, അനുഗ്രഹം അകറ്റട്ടെ, അയാളെ ആ റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരത്താക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആമീൻ പറയാൻ ജിബ്രീൽ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ബഖീലു, പിശുക്കൻ, ലുബ്ധൻ എന്ന് പറഞ്ഞാൽ പൈസ ചെലവഴിക്കാത്ത ആളെ പറ്റി മാത്രമല്ല പറഞ്ഞത്. മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എന്റെ പേര് പറയപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് പറയാത്തവനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ് അയാൾ പിശുക്കനാണ് എന്ന്. എത്രമാത്രം നന്മകളാണ് അയാൾ മുടക്കിയത്. അയാൾക്ക് തന്നെയുള്ള, പ്രവാചകനുള്ള, അതേപോലെ നമ്മുടെ ഉമ്മത്തിനുള്ള കുറെ നന്മകൾ അയാൾ വേണ്ട എന്ന് വെച്ചതുകൊണ്ട് ഒരു 10-100 രൂപ കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ വലിയ പിശുക്കത്തരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറഞ്ഞത്. അതേപോലെ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം, വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അക്സിറു അലയ്യ മിനസ് സ്വലാത്ത് കുല്ല യൗമിൽ ജുമുഅ. ഓരോ വെള്ളിയാഴ്ചയും നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കണം. ഫഇന്നഹു മശ്ഹൂദുൻ തശ്ഹദുഹുൽ മലായിക. അത് സാക്ഷ്യം വഹിക്കുന്നതാണ്. അതേപോലെ അള്ളാഹുവിന്റെ മലക്കുകൾ അതിന് സാക്ഷ്യം വഹിക്കും. വഇന്ന അഹദൻ ലൻ യുസല്ലിയ അലയ്യ ഇല്ലാ ഉരിദത് അലയ്യ സ്വലാത്തു. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് എന്റെ പേരിൽ സ്വലാത്ത് പറയുന്നുണ്ടോ അത് പടച്ച റബ്ബ് എനിക്ക് കാണിച്ചു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് കാണുവാൻ സാധിക്കുന്നതാണ്. മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിക ആദം.
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു പടച്ചത് ആ വെള്ളിയാഴ്ചയാണ്. വഫീഹി ഖുബിൽ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായത്, മരണപ്പെട്ടത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി നഫ്ഖ വഫീഹി സ്വഅഖ, ആ വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ലോകം അവസാനിക്കുന്നത്, ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി, ആ വെള്ളിയാഴ്ച ദിവസം രാവ് പകല് എന്ന വ്യത്യാസമില്ലാതെ നിങ്ങൾ പരമാവധി എന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കണം. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ പറയുന്ന സ്വലാത്ത് എന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ വഫാത്തിന് ശേഷവും അങ്ങനെ ഉണ്ടാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അതെ, തീർച്ചയായും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ശരീരം അത് മണ്ണ് തിന്ന് നശിച്ചു പോവുകയില്ല എന്നുകൂടി ആ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു, ദുആ ചെയ്യുമ്പോൾ നിസ്കാരത്തിലെ ദുആ മാത്രമല്ല, ഏത് ദുആയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുല്ലു ദുആഇൻ, നമ്മൾ ചൊല്ലുന്ന നമ്മൾ ചോദിക്കുന്ന എല്ലാ ദുആയും പ്രാർത്ഥനയും മഹ്ജൂബുൻ, അത് തടയപ്പെട്ടിരിക്കുകയാണ്. ഹത്താ യുസല്ല അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്നത് വരെയും അതിനൊരു മറയുണ്ട്. ആ മറ നീങ്ങി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കടന്നു പോകണമെങ്കിൽ സ്വലാത്ത് കൂടി വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നദ് ദുആ മൗഖൂഫുൻ ബൈനസ് സമാഇ വൽ അർള്, നമ്മൾ പടച്ച റബ്ബിനോട് തേടുന്ന എല്ലാ പ്രാർത്ഥനകളും ആകാശഭൂമികൾക്കിടയിൽ തങ്ങി നിൽക്കും, അത് അവിടെ തടയപ്പെടും. ലാ യസ്അദു മിൻഹു ശൈഉൻ, അതിൽ നിന്നൊന്നും റബ്ബിന്റെ അടുക്കലേക്ക് കയറിപ്പോവുകയില്ല. ഹത്താ തുസല്ലി അലാ നബിയിക്, നീ നിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്നത് വരെയും. ഇങ്ങനെ ധാരാളക്കണക്കിന് സന്ദർഭങ്ങൾ നമുക്ക് സ്വലാത്ത് ചെല്ലാൻ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങളിൽ നമ്മൾ അത്തഹിയാത്തിലിരിക്കുമ്പോൾ സ്വലാത്ത് പറയലുണ്ട്. അതേപോലെ മയ്യത്ത് നിസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് പറയലുണ്ട്. അതല്ലാത്ത നിലയിലും വെറുതെ ഏത് സന്ദർഭത്തിലും നമുക്ക് സ്വലാത്ത് പറയാം. അത് ചെറിയ ഒരു നിസ്സാരമായ സംഗതിയല്ല, ധാരാളം പുണ്യവും അതേപോലെ തന്നെ പദവികളും നേട്ടങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്, നല്ല ഒരു ശ്രേഷ്ഠമായ ഇബാദത്താണ് എന്ന് മനസ്സിലാക്കി അതിന്റെ ഓരോ സന്ദർഭങ്ങളും ഓരോ സമയവും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രവാചകരെ, ഞാൻ അങ്ങക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യട്ടെ, സ്വലാത്ത് പറയട്ടെ, എത്രയാണത് പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോ, നിനക്ക് ഇഷ്ടമുള്ള അത്ര. അപ്പോ ഞാൻ ചോദിക്കുന്ന എന്റെ തേട്ടങ്ങളിൽ 4/1 ഒരു ഭാഗം 4 കാര്യം ഞാൻ ചോദിക്കുമെങ്കിൽ ഒരു കാര്യം പ്രവാചകന് വേണ്ടിയുള്ള സ്വലാത്താക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇനിയും അധികരിപ്പിച്ചാൽ അത്രയും നല്ലത്. അപ്പൊ പകുതിയാക്കട്ടെ, മുക്കാലാകട്ടെ, അതല്ല മുഴുവനും സ്വലാത്തിൽ ഒതുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദൻ യക്ഫീകല്ലാഹു മാ ഹമ്മക മിൻ അംരി ദുനിയാക വ ആഖിറതിക, അങ്ങനെ നീ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ട് നീ മറ്റൊരു കാര്യവും ചോദിക്കാതെ മറന്നു പോകുന്നുവെങ്കിൽ തീർച്ചയായും നിന്റെ ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങളും പരലോകത്ത് നിന്നെ ഭീതിയിലാക്കുന്ന എല്ലാ സംഗതികളും അള്ളാഹ് നിനക്ക് നീക്കിത്തരുകയും നിനക്കത് മതിയാക്കുകയും ചെയ്യുന്നതാണ് എന്നാണ്. നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിഷയത്തിൽ ഏറ്റവും വലിയ ലാഭമായി, നേട്ടമായി, അതിന്റെ എളുപ്പവഴിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ സ്വലാത്ത് പറയാൻ യാതൊരു ഭാരവും യാതൊരു പ്രയാസവുമില്ല. അതിന് പ്രത്യേകമായൊരു സ്വലാത്ത് മജ്ലിസ് സംഘടിപ്പിക്കേണ്ടതില്ല. മാന്യമായി സ്വകാര്യമായി നമ്മുടെ യാത്രക്കിടയിലും നമ്മൾ വിശ്രമിക്കുമ്പോഴും ഒക്കെ നമുക്ക് പറയാൻ പറ്റിയ ആ കർമ്മത്തിന് ഒട്ടേറെ നന്മകളുണ്ട് എന്ന് മനസ്സിലാക്കി നാം അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ,
അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. ദീനിലെ ഏത് കാര്യത്തിനും, സ്വലാത്തിന്റെ വിഷയത്തിലും സലാമിന്റെ വിഷയത്തിലും മറ്റ് ഇബാദത്തുകളിലുമൊക്കെ ഈ പറഞ്ഞ മഹത്വങ്ങളും ശ്രേഷ്ഠതയും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും സ്വഹാബത്ത് പരിചയിച്ചതുമായ രൂപത്തിലായിരിക്കണം അതൊക്കെ. അഥവാ സ്വഹാബത്തിനിടയിൽ പരിചയമില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത പല പേരിലുമുള്ള സ്വലാത്തുകൾ ഇന്ന് നാട്ടിൽ, സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് നാരിയ സ്വലാത്ത് എന്ന പേരിൽ വളരെ ഭക്തി ആദരപൂർവ്വം ആളുകൾ കൊണ്ടു നടക്കുന്ന സ്വലാത്ത്. നാം തിരിച്ചറിയേണ്ടത്, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഖുതുബയുടെ ആമുഖമായി പറയുന്ന ആ ഹദീസിലുണ്ട്, ഖൈറുൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതൃകയിൽ വെച്ച് ഏറ്റവും ഉത്തമമായ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. അത് കണ്ട് കേട്ട് പഠിച്ചവരാണ് സ്വഹാബത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒന്നും ചെയ്യാത്ത ഒരു സ്വലാത്ത് മൊറോക്കോക്കാരനായ ഇബ്രാഹിമുൻ നാസി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയ സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ എന്നൊക്കെ പറയുന്ന ആ സ്വലാത്ത് എന്തില്ല, ഹദീസിന്റെ കിതാബുകളിൽ ഒന്നിലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. സ്വഹാബികളിൽ ഒരാൾ പോലും ചെയ്തതായി കാണുക സാധ്യമല്ല. കാരണം കുറെ വർഷങ്ങൾക്ക് ശേഷം, സ്വഹാബത്തൊക്കെ മരണപ്പെട്ടതിന് ശേഷം മൊറോക്കോയിലുള്ള ഇബ്രാഹിമുൻ നാസി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയതാണത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അതില്ല, സ്വഹാബത്തിന്റെ കാലത്തില്ല. മാത്രമല്ല, അതിൽ പറയുന്ന പല വാചകങ്ങളും ഇസ്ലാമിക വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും കടകവിരുദ്ധമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ പരിപൂർണമായ സ്വലാത്തും സലാമും ഒക്കെ ഉണ്ടാകട്ടെ എന്ന ആമുഖം പറഞ്ഞതിന് ശേഷം ആ പ്രവാചകനെ പരിചയപ്പെടുത്തിയത് എന്താ? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖലാ ബിഹിൽ ഹവായിജ്. ഈ വാക്കുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പ്രവാചകന്റെ മുമ്പിൽ നിന്ന് വെച്ച് പറഞ്ഞാൽ നന്നായി എതിർക്കുകയും പ്രവാചകന്റെ ശകാരങ്ങളും എതിർപ്പുകളും ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുമെന്നുള്ള കാര്യം ഇസ്ലാമിന്റെ അഖീദ പഠിച്ച ഒരാൾക്കും സംശയം ഉണ്ടാവുകയില്ല. എന്താണ് പറഞ്ഞത്? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്. എല്ലാ കെട്ടുപാടുകളും എല്ലാ പ്രയാസങ്ങളും ആ പ്രവാചകനെ കൊണ്ടാണ് അഴിഞ്ഞു പോകുന്നത്. വതൻഫരിജു ബിഹിൽ ഖുറബ്. എല്ലാ ദുരിതങ്ങളും ഇല്ലാതെയായി ദൂരെ പോകുന്നത് ആ പ്രവാചകനെ കൊണ്ട്. അങ്ങനെയുള്ള പ്രവാചകൻ. വതുഖലാ ബിഹൽ ഹവായിജ്. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നത് ആ പ്രവാചകനെ കൊണ്ടാണ് എന്ന്. അങ്ങനെ ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോളെ, പരലോകത്ത് എന്റെ മകളാണ്, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ. പക്ഷേ പരലോകത്ത് വരുമ്പോൾ എനിക്ക് നിന്നെ സഹായിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അൻഖിദി നഫ്സകി മിനന്നാർ. നരകത്തിൽ നിന്ന് എന്റെ മോൾ തന്റെ തടിയെ കാത്തുകൊള്ളണം. വലൗ ബിശഖി തംറത്തിൻ. ചില റിവായത്തുകളിൽ കാണാം, നിന്റെ കയ്യിൽ ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു ചീളേ ഉള്ളൂ എങ്കിലും അത് സ്വതക്ക ചെയ്തിട്ട് അള്ളാഹു തൃപ്തിപ്പെടുന്ന നന്മകൾ അധികരിപ്പിച്ച് എന്റെ മോൾ സ്വന്തം തടിയെ നരകത്തിൽ നിന്ന് കാക്കണം. എന്റെ വാപ്പ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അതുകൊണ്ട് ഞാൻ കഴിച്ചിലായി രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ടതില്ല എന്ന് പഠിപ്പിച്ച, എനിക്കങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇങ്ങനെ പറയാൻ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയില്ല. ഒരിക്കലും ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ച് പ്രവാചകനോട് പറഞ്ഞു, മാ ഷാ അല്ലാഹു വശിഅത. പ്രവാചകരെ, താങ്കളും അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ വളരെ ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തു. അജഅൽതനി ലില്ലാഹി നിദ്ദ. നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കുകയാണോ? ഷിർക്കിന്റെ വാക്കുകളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പോലും പരിഗണിച്ച് താക്കീത് ചെയ്തതെങ്കിൽ ഇപ്പറയുന്ന വരികൾക്കൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ പിൻബലമില്ല. അതേപോലെ പ്രവാചകന്റെ പേരിൽ സലാം പറയാൻ ചില ആളുകൾ ഉംറക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ, മദീന സിയാറത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ എന്റെ പേരിൽ ഹബീബായ റസൂലിന് സലാം പറയണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന, സലാം പറഞ്ഞു കൊടുത്തുവിടുന്ന ഒരു ഏർപ്പാട്, അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട സംഗതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എവിടെ വെച്ച് ദുനിയാവിന്റെ ഏത് മുക്കിലും മൂലയിലും വെച്ച് സ്വലാത്തും സലാമും പറഞ്ഞോ അത് എനിക്ക് എത്തും. അള്ളാഹു മലായിക്കത്തുകളിൽ ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ സ്വലാത്ത് എന്റെ അടുക്കലേക്ക് എത്തിക്കാൻ. അതുകൊണ്ട് ഇവിടെയുള്ള ഒരാൾ
മദീനയിലേക്ക് പോകുന്ന ഒരാളോട് പറഞ്ഞ് ഏൽപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്വലാത്ത് പറയാം, സലാം പറയാം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിന്റെയോ കാലഘട്ടത്തിൽ ആരും ഇങ്ങനെ ആ പ്രവാചകന്റെ വഫാത്തിന് ശേഷം അവർ ചെന്ന് സലാം പറയുക എന്നല്ലാതെ അവരാരെയെങ്കിലും പറഞ്ഞേൽപ്പിക്കുന്ന ഒരു രീതി അതും ഇല്ലാത്തതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദീനിലുള്ളത് എന്താണ് എന്ന് കൃത്യമായി പഠിച്ചറിഞ്ഞ് അതുപോലെ നമ്മൾ അമൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് പ്രവാചകനോടുള്ള സ്നേഹവും ദീനിനോടുള്ള കൂറുമൊക്കെ സാർത്ഥകമാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സഹോദരങ്ങളെ, 3-4 ആളുകൾ വളരെ പ്രയാസപ്പെട്ട അവസ്ഥയിൽ ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം നിങ്ങളുടെ മനസ്സിൽ ദുആ ഉണ്ടാകണമെന്ന് ഉണർത്തുകയാണ്. ഒന്ന്, എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ തിരൂരുള്ള കൂട്ടായി സ്വദേശി നമ്മുടെ ഒരു സുഹൃത്തിന്റെ വാപ്പ ഇന്നലെ രാത്രി മരണപ്പെട്ടു. പ്രായമുള്ള ആളാണ് എങ്കിലും ദീനും ദഅവത്തുമൊക്കെയായി വളരെ താല്പര്യമുള്ള അദ്ദേഹം നല്ല ഒരു രീതിയിൽ രോഗത്തിന്റെ പ്രയാസങ്ങളൊന്നും വല്ലാതെ ബുദ്ധിമുട്ടാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഖബറടക്കം ജുമുഅക്ക് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആണ് ഒന്നാമത്തെ ഒരു ആവശ്യം. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് ഖബറിടം വിശാലമാക്കി പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തെയും നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ പെരുമ്പാവൂർ വല്ലം സ്വദേശിയായ നമ്മുടെ ഒരു സഹോദരന്റെ വാപ്പ വെന്റിലേറ്ററിലാണ്. ദുആ ചെയ്യാൻ പ്രത്യേകം മിമ്പറിൽ വെച്ച് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ആവശ്യമായി പറഞ്ഞാൽ സഹായം നൽകുന്ന, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, നമ്മുടെ ഈ സ്ഥലം, നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം നമ്മുടേതല്ല. അത് നമ്മുടേതാകണമെങ്കിൽ ലക്ഷക്കണക്കിന് ധാരാളക്കണക്കിന് പൈസ ഇനിയും കൊടുക്കേണ്ടതുണ്ട്. അതിലേക്കൊക്കെ ആത്മാർത്ഥമായി പൈസ നൽകി സഹായിച്ച 1-2 സഹോദരങ്ങൾ ഹോസ്പിറ്റലിലാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ മറ്റൊരു സഹോദരന്റെ വാപ്പ ഉംറക്ക് പോകാൻ തയ്യാറെടുത്ത് ഉംറയ്ക്ക് യാത്ര പറഞ്ഞൊക്കെ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സുഖമില്ലാതെയായി, വല്ലാത്ത വിഷമത്തിലാണ് എന്ന് പറഞ്ഞ് ആ മകൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അസുഖവും പ്രയാസവും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ പറഞ്ഞ നമ്മുടെ പള്ളിയിലെ സ്ഥിരം സാന്നിധ്യമായ അബ്ദുൾ റസാഖ് സാഹിബ്, അദ്ദേഹം ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെയും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾ നേരിടുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതിന്റെ ഒക്കെ കൂടെ നമുക്കറിയാം. ഖത്തറിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം നടത്തിയ കയ്യേറ്റവും ക്രൂരമായ നിഷ്ഠൂരമായ അധിനിവേശവുമൊക്കെ, ബോംബിങ്ങുമൊക്കെ നമ്മൾ കേട്ടതും കണ്ടതുമൊക്കെയാണ്. അവിടെ പ്രയാസപ്പെടുന്ന, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന വിശ്വാസികളായ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം നാടുകളിലും നമ്മുടെ നാട്ടിലും അള്ളാഹു ശാന്തിയും സമാധാനവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك